കോതമംഗലത്ത് ടി.ടി.സി വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ സുഹൃത്ത് പറവൂർ ആലങ്ങാട് തോപ്പിൽപ്പറമ്പിൽ റമീസിന്റെ മാതാപിതാക്കളെയും പോലീസ് പ്രതി ചേർക്കും. റമീസിന്റെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ദേഹോപദ്രവം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ്. ടി.ടി.സി വിദ്യാർത്ഥിനിയായ 23-കാരിയെ മർദ്ദിക്കാൻ കൂട്ടുനിന്നതിന് റമീസിന്റെ മാതാപിതാക്കളെ അടക്കം കേസിൽ പ്രതി ചേർക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കോതമംഗലത്തെ ടി.ടി.സി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്തായ റമീസിനും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളടങ്ങിയ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. റമീസും കുടുംബവും മതം മാറാൻ നിർബന്ധിച്ചതായും മതം മാറാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും പിന്നെയും റമീസും കുടുംബവും തന്നോട് ക്രൂരത തുടർന്നുവെന്നടക്കമുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള തർക്കങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളും പോലീസിന് ലഭിച്ചു. മർദ്ദനത്തിൻ്റെയും മതമാറ്റത്തിൻ്റെയും കാര്യം ഈ ചാറ്റുകളിലുണ്ട്. ആലുവയിലെ സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സോനയും റമീസും ഇഷ്ടത്തിലാകുന്നത്. ഏതാനും വർഷം മുമ്പാണ് റമീസിൻ്റെ കുടുംബം ആലങ്ങാട് പാനായിക്കുളം ഭാഗത്ത് താമസം തുടങ്ങിയത്. ഇറച്ചിവെട്ടാണ് പിതാവ് റഹീമിൻ്റെ ജോലി. പലയിടങ്ങളിലായി ഇറച്ചി സ്റ്റാളുകളുണ്ട്. ഇടയ്ക്ക് റമീസും ഇറച്ചിവെട്ടാൻ പോകാറുണ്ട്. കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്നും നാട്ടുകാർ പറയുന്നു. ടി.ടി.സി വിദ്യാർത്ഥിനിയും റമീസും തമ്മിൽ ഇഷ്ടത്തിലായതിനെ തുടർന്ന് കുടുംബങ്ങൾ ഇടപെട്ട് വിവാഹാലോചന നടത്തിയിരുന്നു. എന്നാൽ വിവാഹം നടക്കണമെങ്കിൽ മതം മാറണമെന്ന് റമീസിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടെന്ന് വിദ്യാർത്ഥിനിയുടെ അമ്മയും സഹോദരനും പറഞ്ഞു. മതം മാറാൻ സമ്മതമാണെന്ന് വിദ്യാർത്ഥിനി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടെയാണ് ചേരാനെല്ലൂരിലെ ലോഡ്ജിൽ വെച്ച് അനാശാസ്യ പ്രവർത്തിക്ക് റമീസ് പോലീസിൻ്റെ പിടിയിലായത്. തുടർന്ന് മതം മാറാൻ സാധിക്കില്ലെന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും വിദ്യാർത്ഥിനി നിലപാടെടുത്തു. ഇക്കാര്യം ആത്മഹത്യാക്കുറിപ്പിലും സൂചിപ്പിക്കുന്നുണ്ട്. റമീസിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. രജിസ്റ്റർ വിവാഹം കഴിക്കാനാണെന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് റമീസ് വിദ്യാർത്ഥിനിയെ വിളിച്ചുകൊണ്ടുപോയതെന്ന് അമ്മ പറയുന്നു. എന്നാൽ തൻ്റെ വീട്ടിലേക്കാണ് റമീസ് കൊണ്ടുപോയത്. വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നായിരുന്നു സുഹൃത്തായ റമീസിൻ്റെയും കുടുംബത്തിൻ്റെയും നിർബന്ധം. ഇതിനിടെ രജിസ്റ്റർ വിവാഹം നടത്താമെന്ന് പറഞ്ഞ റമീസ് കൂട്ടിക്കൊണ്ടുപോവുകയും എന്നാൽ റമീസിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി മതം മാറാനായി നിർബന്ധിക്കുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.